നിങ്ങളുടെ ബിസിനസ്സിന് നിങ്ങൾ നെയിം ചെയ്യേണ്ട സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ പ്രോപ്പറായിട്ടുള്ള രീതിയിലല്ല ബിസിനസ്സിന് നെയിം സെലക്ട് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കത് പിന്നീട് ബുദ്ധിമുട്ടുകൾ തീർച്ചയായിട്ടും ഉണ്ടാക്കും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ ബിസിനസ്സിന് നെയിം സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രാൻഡിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള നെയിം സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് നിങ്ങളുടെ ബിസിനസ്സിന് അതിൻ്റെ എസൻസ് എന്താണോ അതിനെ കൺവേ ചെയ്യുന്ന രീതിയിലുള്ള, നിങ്ങൾ എന്താണോ ഓഫർ ചെയ്യുന്നത് അതുമായിട്ട് മാച്ച് ചെയ്ത് പോകുന്ന രീതിയിലുള്ള ഒരു നെയിമായിരിക്കണം നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻഡസ്ട്രി, അതായത് മേ ബി നിങ്ങൾ ഒരു ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ അതുമായിട്ട് അലൈൻ ചെയ്ത് പോകുന്ന രീതിയിലുള്ളൊരു നെയിം സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങളുടെ ഇൻഡസ്ട്രി എന്താണോ ആ ഒരു ഇൻഡസ്ട്രിയോട് കൂടെ മാച്ച് ആവുന്ന രീതിയിലുള്ള പേര് സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എന്ത് തരത്തിലുള്ള ഇമേജ് ആണോ നിങ്ങൾക്ക് ആളുകളിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനോട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള നെയിമായിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ബ്രാൻഡിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള നെയിമായിരിക്കണം എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്. അടുത്തൊരു കാര്യമാണ് കീപ്പ് ഇറ്റ് സിമ്പിൾ ആൻഡ് മെമ്മറബിൾ എന്നുള്ളത്. അതായത് ചില പേരുകളുണ്ടല്ലോ, അത് നമ്മുടെ കുട്ടികൾക്ക് പേരിടുന്നതാണെങ്കിലും ശരി, ചില പേരുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പിന്നീട് ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള നെയിംസ് സെറ്റ് ചെയ്യാതിരിക്കുക. ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ആളുകൾക്ക് സിമ്പിളായിട്ട് കിട്ടുന്ന രീതിയിലുള്ള പേരുകൾ സെലക്ട് ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ഈസി ടു പ്രൊനൗൺസ് ആയിരിക്കണം, പറയാൻ എളുപ്പമുണ്ടായിരിക്കണം, അതുപോലെ തന്നെ ഓർക്കാനും ഈസി ആയിരിക്കണം. അപ്പോൾ ഇതിന് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഷോർട്ടായിട്ടുള്ള നെയിംസ് എടുക്കുക എന്നുള്ളതാണ്. ഷോർട്ടർ നെയിംസ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ഓർത്ത് വയ്ക്കാനായിട്ടത് എളുപ്പമായിരിക്കും. മൂന്നാമതായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസിനെ കൺസിഡർ ചെയ്യുക എന്നുള്ളത്. അതായത് നിങ്ങളുടെ ബ്രാൻഡിൻ്റെ നെയിം എന്ന് പറയുന്നത് നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസുമായിട്ട് മാച്ച് ആവണം. നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസിൻ്റെ ഇടയ്ക്ക് ഈ ഒരു പേര് കേൾക്കുമ്പോൾ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവാനായിട്ട് പാടില്ല. അപ്പോൾ ആ ഒരു കൾച്ചറൽ ആയിട്ടുള്ള സെൻസിറ്റിവിറ്റി ഒക്കെ നിങ്ങൾ നോക്കുക. അതുപോലെ തന്നെ ആളുകളുടെ ലാംഗ്വേജ്, ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ ഒരു ചായക്കട ആണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നതെന്ന് വിചാരിക്കാം. അതിന് നിങ്ങൾ ഭയങ്കര ഒരു ഫ്രഞ്ച് നെയിമൊക്കെയാണ് സെലക്ട് ചെയ്തേക്കണമെന്നുണ്ടെങ്കിൽ മേ ബി അത് ആളുകൾക്ക് ഓർത്ത് വെക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള പേരാണെന്നുണ്ടെങ്കിൽ അവർ ആ ഒരു ലാൻഡ്മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങളുടെ കട മെൻഷൻ ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ ബ്രാൻഡിൻ്റെ നെയിം അവർ ഓർത്തെടുക്കാനായിട്ട് പ്രയാസമായതുകൊണ്ട് തന്നെ അതങ്ങനെ വിട്ടുകളയും. അപ്പോൾ നിങ്ങളുടെ ഓഡിയൻസിൻ്റെ ലാംഗ്വേജും മൈൻഡിൽ വെക്കുന്നത് നല്ലതാണ് നമ്മളൊരു നെയിം സെറ്റ് ചെയ്യേണ്ട സമയത്ത്. പിന്നെ ഒരു ഓപ്ഷൻ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ലാംഗ്വേജസിൽ വർക്കാവുന്ന രീതിയിലുള്ള നെയിം സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഈസി ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നെയിം സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. നാലാമത്തെ കാര്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, യുണീക്ക് ആൻഡ് ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള നെയിം സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് കോമൺ ആയിട്ടുള്ള വേർഡ്സൊക്കെ അവോയ്ഡ് ചെയ്യുക. കോമ്പറ്റീറ്റേഴ്സിൻ്റെ അടുത്തുനിന്ന് ഒന്ന് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന രീതിയിൽ, അതായത് ഒന്ന് മുന്നിട്ട് വേറിട്ട് നിൽക്കുന്ന രീതിയിലുള്ള നെയിം സെലക്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. മാത്രമല്ല അത് അവൈലബിൾ ആണോ എന്നുള്ളത് കൂടി ചെക്ക് ചെയ്യുക. അത് ഓൾറെഡി ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ട്രേഡ് മാർക്ക് എടുത്തതാണോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത് ഒത്തിരി നന്നാവും. കാരണം പിന്നീട് ബിസിനസ് വലുതാവുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ഗ്രോ ആവുന്നതിനനുസരിച്ചിട്ട് ഇങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ, ഓൾറെഡി എക്സിസ്റ്റിംഗ് ഒരു ബിസിനസ് സിമിലർ നെയിമിൽ സിമിലർ ക്ലാസ്സിൽ തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ യുണീക്കായിട്ടുള്ള നെയിം സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങളൊരു പേര് യുണീക്കായിട്ടുള്ളൊരു നെയിം സെറ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അത് ട്രേഡ് മാർക്ക് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. നിങ്ങൾക്ക് ആ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ട്രേഡ് മാർക്ക് എടുക്കുന്ന കാര്യം പരിഗണിക്കുക. അപ്പോൾ ട്രേഡ് മാർക്ക് എടുക്കുന്ന സമയത്തും നിങ്ങൾ പ്രോപ്പറായിട്ട് അതിൻ്റെ സെർച്ച് എല്ലാം ചെയ്തതിന് ശേഷമായിരിക്കണം എടുക്കേണ്ടത്. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു 6 വർഷത്തോളം ഒരു ബ്രാൻഡ് നെയിം ഉപയോഗിച്ചുകൊണ്ട് സെല്ല് ചെയ്തു. അതിനുശേഷം പിന്നെ ട്രേഡ് മാർക്ക് എടുക്കാമെന്ന് ഓർത്തു. ട്രേഡ് മാർക്കിന് അപ്ലൈ ചെയ്തു. ട്രേഡ് മാർക്കിന് അപ്ലൈ ചെയ്തപ്പം മറ്റൊരു ബ്രാൻഡ് എനിക്ക് എഗെയിൻസ്റ്റ് വന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനായിട്ട് ആദ്യം തന്നെ നമ്മുടെ ബിസിനസ്സിൻ്റെ നെയിം ട്രേഡ് മാർക്ക് എടുക്കുന്നത് നന്നായിരിക്കും. ട്രേഡ് മാർക്കിന് അപ്ലൈ ചെയ്യുന്ന സമയത്തും നമ്മൾ ശ്രദ്ധിക്കണം, അത് കിട്ടാനുള്ള ചാൻസസ് ഉണ്ടോ എന്നുള്ളത് നോക്കിയിട്ടായിരിക്കണം അപ്ലൈ ചെയ്യേണ്ടത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു എമൗണ്ട് വേസ്റ്റ് ഓഫ് മണി ആയിരിക്കും. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഒരു അറ്റോർണിയുടെ അടുത്തുനിന്ന് നിങ്ങൾ ട്രേഡ് മാർക്ക് സർവീസസ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നമ്പർ കിട്ടും. നമുക്ക് പ്രൊഫഷണലായിട്ട് ട്രേഡ് മാർക്ക് സർവീസസ് ഓഫർ ചെയ്യുന്ന അറ്റോർണിയുണ്ട്. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഡൊമെയിൻ അവൈലബിൾ ആണോ എന്നുള്ളത് നോക്കുക. അപ്പോൾ വെബ്സൈറ്റിൻ്റെ ഡൊമെയിൻ നെയിം .comലോ അല്ലെങ്കിൽ .inലോ ഒക്കെ അവൈലബിൾ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾക്ക് ഗോഡാഡി പോലെയൊക്കെയുള്ള വെബ്സൈറ്റ് നോക്കാം. പിന്നെ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പേജസിൽ നിങ്ങളുടെ നെയിം അവൈലബിൾ ആണോ എന്നുള്ളത് കൂടെ ചെക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള ഹാൻഡിൽസും നിങ്ങൾക്ക് ഓൾറെഡി രജിസ്റ്റർ ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് വേറൊരാളത് എടുത്തു എന്നുള്ളതിൻ്റെ ബുദ്ധിമുട്ട് ഒഴിവാക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ട്രേഡ് മാർക്ക് സെർച്ച് റൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക്
പിന്നീട് ഫ്യൂച്ചറിൽ ഈ ഒരു പ്രൊഡക്റ്റ് ലൈൻ അല്ലെങ്കിൽ സർവീസസ് ഒക്കെ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ബുദ്ധിമുട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ ബിസിനസ് രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫുൾഫിൽ ചെയ്യുന്ന രീതിയിലുള്ള നെയിമാണ് നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കൂടെ ഉറപ്പുവരുത്തേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേരിൻ്റെ നിയമ സാധ്യതകൾ നോക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അടുത്തൊരു കാര്യമാണ് ഫീഡ്ബാക്ക് ആൻഡ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് ഫാമിലിനോടൊക്കെ ചോദിക്കുക എങ്ങനെയാണ് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ നെയിം അവർക്ക് ഫീൽ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു സർവേ കണ്ടക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് നല്ലൊരു പേരാണോ അല്ലെങ്കിൽ അതിനായിട്ട് മുന്നോട്ട് പോകണോ വേണ്ടയോ എന്നുള്ള തീരുമാനം എടുക്കാനായിട്ട് നിങ്ങൾക്ക് അത് ഈസിയാക്കും. അതുപോലെ തന്നെ നിങ്ങൾ ലോഗോ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാലും അതിനെ പറ്റിയിട്ടും നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ എടുക്കാം. ബ്രാൻഡിങ് മെറ്റീരിയൽസ് ചെയ്ത് എന്നുണ്ടെങ്കിൽ ഇനീഷ്യലി ആ ഒരു ബ്രാൻഡിങ് മെറ്റീരിയൽസിൻ്റെ അഭിപ്രായവും നിങ്ങൾക്ക് ആളുകളുടെ അടുത്തുനിന്ന് എടുക്കാവുന്നതാണ്. അപ്പോൾ നെയിമിൻ്റെ മുകളിലും അതുപോലെ വിഷ്വൽ അപ്പീലിൻ്റെ മുകളിലും നിങ്ങൾക്ക് ഫീഡ്ബാക്ക്സ് എടുക്കുന്നത് നന്നായിരിക്കും. അടുത്തൊരു കാര്യമാണ് ഇൻകോപ്പറേറ്റ് ലോക്കൽ എലിമെൻറ്റ്സ് എന്നുള്ളത്. അതായത് ഒരു കൾച്ചറൽ ടച്ച് നൽകുക എന്നുള്ളത്. നിങ്ങളുടെ ലോക്കൽ കൾച്ചറിൻ്റെ, ഹെറിറ്റേജിൻ്റെ, ലാംഗ്വേജിൻ്റെ മുകളിലൊക്കെയുള്ള ചെറിയ എലിമെൻറ്റ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രാൻഡ് നെയിമിലോ ലോഗോയിലോ ഒക്കെ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി ഇമ്പാക്റ്റ്ഫുൾ ആവും. മാത്രമല്ല നമുക്കത് കിട്ടാൻ എളുപ്പമായിരിക്കും. പിന്നെ നിങ്ങളുടെ ബിസിനസ്സിന് റിലവൻ്റ് ആണെന്നുണ്ടെങ്കിൽ ലൊക്കേഷൻ സ്പെസിഫിക് ആയിട്ടുള്ള വേർഡ്സ്, അതായത് ഒറിജിൻ കാണിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ബിസിനസ് എത്രത്തോണ്ട് യുണീക്ക് ആണെന്നുള്ളത് കാണിക്കുന്ന രീതിയിലുള്ള പേര് സെലക്ട് ചെയ്യുന്നതും നന്നായിരിക്കും. ലാസ്റ്റത്തെ ഒരു പോയിൻ്റാണ് അവോയ്ഡ് ട്രെൻഡി നെയിംസ് എന്നുള്ളത്. അതായത് ഇപ്പോൾ ഈ ഒരു നിമിഷം എന്താണോ ട്രെൻഡിങ്ങിലുള്ളത് ആ ഒരു കാര്യത്തിനോട് സിമിലർ ആയിട്ടുള്ളൊരു നെയിം സെറ്റ് ചെയ്യുന്നതിന് പകരം എപ്പോഴും റിലവൻ്റ് ആയിട്ട് നിലനിൽക്കുന്ന രീതിയിലുള്ള നെയിം സെലക്ട് ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ട്രെൻഡ്സ് മാറുന്നതിനനുസരിച്ചിട്ടും നമുക്ക് റിലവൻ്റ് ആയിട്ട് തന്നെ ബിസിനസ് നെയിം നിലനിർത്താനായിട്ട് സാധിക്കും.